നമുക്ക് മാറണമെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാകണം. മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ല എങ്കിൽ കാലം നമ്മളെ മാറ്റിക്കളയും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിലും വലുതാണെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം. ചിന്തിച്ചേ പറ്റൂ. ജീവിതം നമ്മുടേതാണ്, തീരുമാനം നമ്മുടേത് മാത്രമായിരിക്കണം. 1920 കാലഘട്ടത്തിൽ ₹1 മതി മതി എന്നല്ല, വേണമായിരുന്നു. ഒരു 20 വർഷം കഴിഞ്ഞു. 1900 എത്രയായി? 20നോട് 20 കൂടി 1940 40 വർഷത്തിൽ ഈ ഫാമിലിക്ക് വേണ്ടത് ₹1 നിന്നും അതിന്റെ വലത്തെ സൈഡിൽ ഒരു 0 കൂടി ₹10 വേണമായിരുന്നു. 1960 ആയപ്പോൾ ആ 10 എന്നുള്ളത് ഒരു 0 കൂടി ₹100. 1980 എന്ന് പറഞ്ഞപ്പോൾ ഒരു 0 കൂടി എത്രയായി? ₹1000. 1980 ഒരു ഫാമിലിക്ക് ജീവിക്കണമെങ്കിൽ ₹1000. അന്ന് എനിക്ക് 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ്. 2000 ആയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 2000 എന്ന് വർഷമായപ്പോൾ ആ 1000ന്റെ വലത്തെ സൈഡിൽ ഒരു 0 കൂടി ₹10,000 ഒരു മാസം ഒരു ഫാമിലിക്ക് ജീവിക്കണം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ജീവിക്കണമെങ്കിൽ ₹10,000 വേണം. 2000 കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഓരോ 20 വർഷം കഴിയുമ്പോൾ ലിവിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ എക്കണോമിസ്റ്റുകൾ, സയന്റിസ്റ്റുകൾ പറയുന്നത് ഓരോ 0 വലതു സൈഡിൽ കൂടുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ ഓരോ 20 വർഷം കഴിയുമ്പോഴും ഓരോ 0 വലതു സൈഡ് കൂടുമ്പോൾ 2000 ആയപ്പോൾ 10,000 ആണെങ്കിൽ 2020, അതായത് ഒരു 4 വർഷം മുന്നേ ആകുന്ന സമയത്ത് ഒരു ഫാമിലിക്ക് എത്ര രൂപ വേണം എന്ന് പറഞ്ഞാൽ ₹10,000 വലതു വശത്ത് ഇത്രയും നേരം പറഞ്ഞ ഒരു പ്രോസസ്സിംഗ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇത്തരം ഒരു ഉയർച്ച അനുസരിച്ച്, വളർച്ച അനുസരിച്ച് ഒരു 0 കൂടിയും ₹10,000 വലത്തെ സൈഡിൽ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ പേനുള്ളവർ വെറുതെ ഒന്ന് ഇട്ട് നോക്കുക. അതാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജീവിക്കേണ്ട പൈസ എന്ന് എക്കണോമിസ്റ്റുകൾ പറയുന്നു. ₹10,000 വലത്തെ സൈഡിൽ ഒരു 0 കൂടി വന്നാൽ ₹1,00,000. ₹1,00,000 ചെലവാക്കുന്ന ആളുകളെയാണ് മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് കണക്കുകൾ പറയുന്നു. ഞാൻ പറയുന്നത് ഈ 2020 കഴിഞ്ഞ് 2040 ഒരു 16 വർഷം കൂടി നമുക്ക് വരുമ്പോഴത്തേക്ക് 2040 വരും. അങ്ങനെയാണെങ്കിൽ അന്നും ഒരു ഫാമിലിക്ക് ജീവിക്കണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? സ്വാഭാവികമായിട്ട് ₹10,00,000 എന്ന് പറയുന്ന എമൗണ്ടിന്റെ വലത്തെ സൈഡിൽ ഒരു 0 കൂടി വരും. അത് വായിക്കുക, 10 ലക്ഷം എന്നായിരിക്കും. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? 2040 വരുമ്പോൾ ഒരു ₹10,00,000 ചെലവാക്കണമെങ്കിൽ ഒരു 10,4 ലക്ഷമെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, 2040 എന്ന് പറയുന്ന ഒരു വർഷം വരുമ്പോ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് 3 വിഭാഗം ഉണ്ടാകും. പുവർ ഫാമിലി, ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തിന്റെ താഴെ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം 20 മുതൽ 40%. ഭയങ്കരമായ റിച്ച് ആയ ആളുകളുടെ എണ്ണം 20 മുതൽ 40%. എന്നാൽ മിഡിൽ ക്ലാസ് ഫാമിലികൾ വളരെ ചുരുക്കവുമായിരിക്കും എന്നാ പറയുന്നത്. ചുരുക്കം എന്ന് പറഞ്ഞാൽ അത് അങ്ങ് ശൃംഗാവും, അത് വളരെ കുറവായിരിക്കും. അപ്പൊ ഈ മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങോട്ട് പോകുന്നതല്ല, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലി ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ 2040 ആകുമ്പോൾ എങ്ങോട്ട് പോകും? പൂർ ഫാമിലിയിലേക്ക് പോകും. കുറെ ആളുകൾ റിച്ച് ഫാമിലിയിലേക്ക് പോകും. എന്റെ ചോദ്യം, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ കണ്ട പോക്ക് പോയിട്ട് ഇപ്പൊ വെക്കുന്നത് 20,000-30,000 കൊണ്ടാണ് ചെലവാക്കുന്നതെങ്കിൽ 30,000 രൂപ ചെലവാക്കണം എന്ന് നമ്മൾ ഇപ്പൊ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിന് ₹1,000 ഡെയിലി വരുമാനം വേണം. ഞായറാഴ്ചയും വെള്ളിയാഴ്ച ഒന്നും ലീവ് എടുക്കരുത് കേട്ടോ. ഒറ്റ ലീവ് എടുക്കരുത്. കല്യാണത്തിന് പോകരുത്, മുട്ടായി കൊടുക്കാൻ പോകരുത്, തക്കാരത്തിന് പോകരുത്, ഫുട്ബോൾ കാണാൻ പോകരുത്. നിങ്ങൾ എല്ലാ ദിവസവും പണിത്താൽ തന്നെ ₹1,000 വെച്ച് ₹30,000 കിട്ടുക. ഈ ₹30,000 നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ₹30,000 കിട്ടിയാൽ തന്നെ അത് നിങ്ങൾക്ക് ചെലവാണെങ്കിൽ എന്താണ് നീക്കിയിരിപ്പുണ്ടാകുക? ഒന്നും ഉണ്ടാവില്ല. അക്കണക്കിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടാക്കേണ്ട വരുമാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോ ഈ ₹1,000 പോലും മാസത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള മനസ്സിലാക്കൽ തിരിച്ചറിയാൻ നിങ്ങൾ ആരെയും നോക്കണ്ട. ഇപ്പൊ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലേക്ക് നോക്കിയാൽ മതി. മെനഞ്ഞാന്ന് ഞാൻ TV കാണുന്ന സമയത്ത് ഒരു വാർത്ത കണ്ടു. കൊല്ലം, കോട്ടയം എന്ന സ്ഥലങ്ങളിൽ 850ഓളം കശുവണ്ടി ഫാക്ടറി ഉള്ള ഒരു ഡിസ്ട്രിക്റ്റില് 800 കശുവണ്ടി ഫാക്ടറി പൂട്ടി 50 എണ്ണം മാത്രം നിൽക്കുന്നു. ഈ 800 ആളുകളുടെയും കുടുംബം ആത്മഹത്യയുടെ വക്കിൽ. പല വീടുകളും ജപ്തി, പല സ്ഥലങ്ങളും ജപ്തി, പല ആളുകളും നാട് വിട്ടു. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്രയോ പൈസ മുടക്കിയിട്ട് നഷ്ടങ്ങളും കഷ്ടങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ കാര്യം എന്താണ്? അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് മാറണ്ടേ? നിങ്ങൾ ഈ 2040 ആകുമ്പോഴത്തേക്ക് 10 ലക്ഷം രൂപ ചെലവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും ചെലവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ, ഞാൻ നെറ്റ്വർക്ക് ഒന്നും അല്ല കേട്ടോ, നമ്മൾ സാധാരണ ഇന്നലെ നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിലെ ജോലിയോ കച്ചവടം എന്നോ കേട്ടെ, അതുപോലെ തന്നെ ഇന്ന് തന്നെ ഇതുപോലെ തന്നെ ചെയ്താൽ 2040 ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോകും? ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ടാകും.
ഒന്നും വേണ്ട. നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഇന്നലെ വരെ ചെയ്തിട്ടും ഇന്നും ഇരിക്കുന്നത് ഇങ്ങനെയാണല്ലോ. എന്നാൽ ഇന്നത്തെ കാര്യം ഇതുപോലെ തന്നെ ചെയ്തു തുടങ്ങിയാൽ, ഇതേപോലെ തന്നെ തുടങ്ങിയാൽ ഒരു 10 വർഷം കഴിഞ്ഞാലും നമ്മൾ ഇതേപോലെ തന്നെയല്ലേ ഇരിക്കുന്നുണ്ടാവുക? ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ വരും നാടുകളിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ചെയ്തു കൊടുക്കുക. ഇന്നലെ വരെ ചെയ്തതിന്റെ ആകെത്തുകയാണ് ഇന്നിരിക്കുന്ന നമ്മളെങ്കിൽ, ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നാളെയും ചെയ്യുന്നതെങ്കിൽ മറ്റന്നാൾ ഇരിക്കുന്നതും വർഷങ്ങൾ കഴിഞ്ഞാൽ ഇരിക്കുന്നതും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് നൂർഷ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത്.